വൈകിട്ടായപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്പരത്തി പറിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ചെമ്പരത്തി പൂക്കളെല്ലാം കൂടെ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ പറിച്ചുകൊണ്ട് പോകല്ലെന്ന്. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി 2 പൂവെങ്കിലും പറത്തി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ കേട്ടോ. അങ്ങനെ പൂവൊക്കെ പറിച്ച് വെച്ചിട്ട് വിളക്ക് കത്തിക്കാനായിട്ടാവും. ചേട്ടൻ വന്നത് കൊണ്ട് തന്നെ പിള്ളേരെയൊക്കെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ പരിപാടിയൊക്കെ നടത്തിയത്. അങ്ങനെ നാമജോഗം കഴിഞ്ഞിട്ട് ഒരു കട്ടനും ഇട്ട് സുഖിച്ച് അങ്ങ് കുടിച്ചും കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചേട്ടൻ ഒരു 8ൻ്റെ പണിയും കൊണ്ടുവന്നത് കേട്ടോ. അതെന്താണെന്ന് കാണിച്ചില്ല. അപ്പോൾ അച്ഛനും മക്കളും കൂടെ വെളിയിൽ നിന്ന് കളിക്കുകയാണ്. ചെന്ന് കട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രിത്തെ എനിക്ക് ഏറ്റവും വലിയൊരു മെനക്കേടായിരുന്നു കേട്ടോ. അത് ആ ഒരു വലിയ മീനും കൊണ്ടാണ് പുള്ളി വന്നിട്ടുണ്ടായിരുന്നത്. 100-300 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. മോദയാണെന്നാണ് തോന്നുന്നത്. ഇതൊന്ന് അരിഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ അത്രയ്ക്ക് വലിയ പിച്ചാത്തിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതിനെയൊക്കെ വെട്ടിയും കുത്തിയൊക്കെ എങ്ങനെയൊക്കെ അരിഞ്ഞ് പറക്കി സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് പൊരിച്ചു കൊടുക്കാനാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോരോ മോഹങ്ങളെ ഓരോ ദിവസം പറഞ്ഞാൽ അങ്ങനെ അതിനെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിപ്പിച്ച് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ണൂസിന് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ദോശയും കൂടെ ചുട്ടു കൊടുത്തിട്ട് അവൾക്ക് കുറച്ച് സാലഡ് പോലെയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള